മാർവലിൻ്റെ തണ്ടർ ഗോഡായിട്ടുള്ള നമ്മുടെ തോറും ഡി സിയുടെ സൂപ്പർമാനും തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ ഇവരിൽ ആരാണ് ജയിക്കുക? ആക്ച്വലി ഇതിൽ ആരാണ് ജയിക്കുക എന്നുള്ള ഒരു വീഡിയോ ആണിത്. ആക്ച്വലി ഇവർ തമ്മിലൊരാൾ ജയിക്കുന്നുണ്ട്, ഇവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നും ആരാണ് ജയിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആരും പേടിക്കേണ്ട, ഇതിൽ കറക്റ്റായിട്ടൊരു വിന്നർ ഉണ്ടാവും. ഇതിൻ്റെ സ്റ്റോറി ഞാൻ മൊത്തമായിട്ട് പറയുന്നില്ല, കാരണം ഈ ചെറിയ ഭാഗം നിങ്ങൾക്ക് കേട്ടിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ മൊത്തമായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഒരു വൺ ലൈനർ മാത്രം പറയാം. അതായത് ഈ ഫൈറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് മാത്രം. ക്രോണോസ് എന്ന് പറയുന്നൊരു വില്ലനും ഗ്രാൻഡ് മാസ്റ്ററും തമ്മിലുള്ള ഒരു പ്ലേയിൽ രണ്ട് യൂണിവേഴ്സ്, അതായത് നമ്മുടെ ജസ്റ്റിസ് ലീഗിൻ്റെ DC യൂണിവേഴ്സും മാർവൽ യൂണിവേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ആവാൻ തുടങ്ങാണ്. അങ്ങനെ ഇവർക്ക് ഇവരുടെ യൂണിവേഴ്സിനെ രക്ഷിക്കണമെങ്കിൽ കുറച്ച് ആർട്ടിഫാക്റ്റുകൾ കളക്ട് ചെയ്യേണ്ടിവരാണ്. അതായത് നമ്മുടെ ഇൻഫിനിറ്റി സ്റ്റോൺസ്, മദർ ബോക്സ്, ഇങ്ങനത്തെ ചില സാധനങ്ങൾ. അങ്ങനെ ജസ്റ്റിസ് ലീഗിലെ യൂണിവേഴ്സിലെ ചിലവർക്ക് മാർവൽ യൂണിവേഴ്സിലെ ചില സാധനങ്ങളും, മാർവൽ യൂണിവേഴ്സിലെ നമ്മുടെ ഹീറോസിന് ജസ്റ്റിസ് ലീഗ് യൂണിവേഴ്സിലെ ചില സാധനങ്ങളും കളക്ട് ചെയ്യേണ്ടിവരാണ്. അങ്ങനെ ഇവർ പല യൂണിവേഴ്സിൽ സ്വിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ യൂണിവേഴ്സ് മൊത്തം. അങ്ങനെയാണ് നമ്മുടെ ജസ്റ്റിസ് ലീഗും അവഞ്ചേഴ്സും ഫേസ് ടു ഫേസ് വരുന്നത്. അങ്ങനെ ഇവർ ഓരോ ആർട്ടിഫാക്റ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓപ്പോസിറ്റ് ടീമിനും അതേ ആർട്ടിഫാക്റ്റ് തന്നെ വേണം. പക്ഷേ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കുന്നത് ഇവർ രണ്ടുപേരും ഇവരെ തടയാൻ വരുന്ന വില്ലൻസ് ആണെന്നാണ്. അങ്ങനെ അതിലൊരു ആർട്ടിഫാക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോസ് മൊത്തം സാവേജ് ലാൻഡിലെത്താണ്. അവിടെയാണ് നമ്മുടെ സൂപ്പർമാനും തോറും തമ്മിൽ ഫേസ് ടു ഫേസ് വരുന്നത്. അങ്ങനെ ആർട്ടിഫാക്റ്റിന് വേണ്ടിയുള്ള ഫൈറ്റ് അവിടെ തുടങ്ങാണ്. ഉടനെ തന്നെ തോറ് പുള്ളിയുടെ തണ്ടർ സ്ട്രൈക്ക് യൂസ് ചെയ്ത് സൂപ്പർമാൻ അറ്റാക്ക് ചെയ്യാണ്. നീയാണോ ദ സൂപ്പർമാൻ? ഇപ്പം നീ ഒരു തണ്ടർ ഗോഡിൻ്റെ ശക്തി എന്താണെന്ന് അറിയുമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ സൂപ്പർമാൻ, നീയാണോ ഒരു ഗോഡ് എന്നൊരു പുച്ഛത്തിലൊരു ഏറ്റ കുത്തുകുത്തിയത് നമ്മുടെ തോറിൻ്റെ ഹെൽമെറ്റ് അടക്കം തെറിച്ചു പോവാണ്. അങ്ങനെ സൂപ്പർമാൻ ഒരു പഞ്ച് ചെയ്യുമ്പോൾ തോറൊരു പഞ്ച്, അങ്ങനെ ഈക്വലായിട്ട് ഫൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തോർ ഓങ്ങി അടിച്ചിട്ട് സൂപ്പർമാൻ മരവും കാടൊക്കെ ഇടിച്ച് തകർത്ത് പോയി വീഴാണ്. അങ്ങനെ വീണെടുക്കുന്ന സൂപ്പർമാനെ തോർ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഒരു മനുഷ്യന് എത്ര സ്ട്രെങ്ത് ഉണ്ടെന്നല്ല, ആ സ്ട്രെങ്ത് വെച്ചിട്ട് അവനെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. പിന്നെ ഓഫ്കോഴ്സ് സൂപ്പർമാന് കലി കയറി. അങ്ങനെ പുള്ളി എന്നാൽ ആ സ്ട്രെങ്ത്തിന് എന്താ ചെയ്യാൻ പറ്റാമെന്ന് നീ കണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ലേസർ വിഷൻ യൂസ് ചെയ്തിട്ട് തോറിനെ അറ്റാക്ക് ചെയ്യാണ്. തോർ തെറിച്ച് പോവാണ്. പക്ഷെ തോറ് ആ ലേസർ വിഷൻ ഓവർകം ചെയ്തിട്ട് നിനക്ക് പറ്റാവുന്നതൊക്കെ ചെയ്തോ, പക്ഷെ ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഹാമർ എടുത്തിട്ട് തണ്ടർ സ്ട്രൈക്കോട് കൂടി തന്നെ സൂപ്പർമാനെ അടിക്കാൻ വേണ്ടി വരികയാണ് തോറ്. പക്ഷെ അങ്ങനെ അടിച്ചതും നമ്മുടെ തോർ തന്നെ ഷോക്കാവാണ്. കാരണം നമ്മുടെ സൂപ്പർമാൻ ഒറ്റ കയ്യിൽ തോറിൻ്റെ ഹാമർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. മിയോൾനറിനെ എങ്ങനെ തടഞ്ഞു എന്നറിയാതെ നമ്മുടെ തോർ തന്നെ ഷോക്കായി നിൽക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ സൂപ്പർമാൻ ഒരേറ്റടിക്ക് തോറിനെ അടിച്ച് പറപ്പിക്കുകയാണ്. അങ്ങനെ സൂപ്പർമാനെ അടിക്കൊണ്ട് തോർ കത്തിക്കരിഞ്ഞ് കിളി പോയി അവിടെ കിടക്കുകയാണ്. അങ്ങനെ അയൺമാനൊക്കെ തോർന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ സൂപ്പർമാൻ വന്നിട്ട് പറയാണ്, ഞാൻ ഫൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഓപ്പണൻ്റാണ് നീ എന്ന് പറയാണ്.